നമ്മൾ അടുത്തായിട്ട് കാണുവാൻ പോകുന്നത് B21EC06D പബ്ലിക് എക്കണോമിക്സ് ബ്ലോക്ക് 3 യൂണിറ്റ് 2 തിയറീസ് ഓഫ് പബ്ലിക് എക്സ്പെൻഡിച്ചർ ആണ്. പബ്ലിക് എക്സ്പെൻഡിച്ചർ വർദ്ധിക്കുന്നതിനുള്ള തിയറീസ് ആണ് നമ്മളിപ്പോൾ കാണാൻ വേണ്ടി പോകുന്നത്. ഏൻഷ്യന്റ് ആൻഡ് ക്ലാസിക്കൽ എക്കണോമിസ്റ്റുകൾ പബ്ലിക് എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ചെയ്യുന്നതിനെ കുറിച്ച് പ്രത്യേകിച്ച് തിയറീസ് ഒന്നും വികസിപ്പിച്ചിരുന്നില്ല. അവരുടെ കാഴ്ചപ്പാടില് സ്റ്റേറ്റിന്റെ പ്രധാന ജോലി എന്ന് പറയുന്നത് പ്രൊട്ടക്ഷൻ അല്ല, ഗവേണൻസ്, ലോ ആൻഡ് ഗവേണൻസ്, അത് മാത്രമായി. എന്നാൽ 20th സെഞ്ചുറിയുടെ അതായത് 20th സെഞ്ചുറിയിൽ വെൽഫെയർ സ്റ്റേറ്റ് എന്ന കോൺസെപ്റ്റ് വന്നതോടുകൂടി ഗവൺമെന്റ് ഫങ്ഷൻസ് വർദ്ധിച്ചായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇതോടെ വർദ്ധിക്കുന്നതിനുള്ള എക്സ്പ്ലനേഷൻസ് എക്കണോമിസ്റ്റുകള് വികസിപ്പിക്കാൻ വേണ്ടി തുടങ്ങി. ഈ എക്സ്പെൻഡിച്ചറിനെ കുറിച്ചുള്ള രണ്ട് പ്രധാന തിയറികൾ ആണ് നമ്മൾ ഈ യൂണിറ്റിൽ കാണാൻ പോകുന്നത്. അഡോൾഫ് വാഗ്നേഴ്സ് ഹൈപ്പോത്തിസും പീകോക്ക് വൈസ്മാൻ ഹൈപ്പോത്തിസും ആണ് നമ്മൾ ഈ ഇതിൽ കാണുന്നത്. ഈ രണ്ട് തിയറീസും പബ്ലിക് എക്സ്പെൻഡിച്ചർ എങ്ങനെ കാലക്രമേണ വർദ്ധിക്കുന്നുവെന്ന് വിശദീകരിക്കാനാണ് ശ്രമിക്കുന്നത്. നമുക്ക് ഓരോന്നായിട്ട് കാണാം. വാഗ്നേഴ്സ് ഹൈപ്പോത്തിസിസ് ഇത് പ്രപ്പോസ് ചെയ്യുന്നത് അഡോൾഫ് വാഗ്നർ ആണ്. അഡോൾഫ് വാഗ്നർ ഒരു ജർമ്മൻ എക്കണോമിസ്റ്റ് ആയിരുന്നു. എക്കണോമിക് ഡെവലപ്മെന്റ് നടക്കുമ്പോൾ ഗവൺമെന്റ് ആക്ടിവിറ്റീസ് വർദ്ധിക്കും. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ മെയിൻ വാദം. ഗവൺമെന്റ് എക്കണോമി വളരുന്നതിനനുസരിച്ച് പബ്ലിക് എക്സ്പെൻഡിച്ചറും വർദ്ധിക്കും. ഇതാണ് ലോ ഓഫ് ഇൻക്രീസ് സ്റ്റേറ്റ് ആക്ടിവിറ്റീസ്. രാജ്യത്തിന്റെ എക്കണോമി വളരുമ്പോൾ ഗവൺമെന്റ് റെസ്പോൺസിബിലിറ്റീസും ഫങ്ഷൻസും കൂടുന്നു. അതോടെ സ്വാഭാവികമായിട്ടും പബ്ലിക് എക്സ്പെൻഡിച്ചർ വളരും. വാഗ്നർ പറയുന്നത് ഗവൺമെന്റ് ആക്ടിവിറ്റീസ് രണ്ട് രീതിയിലാണ് വളരുന്നത്. എക്സ്റ്റെൻസീവ് ഗ്രോത്ത് എന്നത് ഫങ്ഷൻസിന്റെ എണ്ണം വർദ്ധിക്കുന്നതിനാണ് പറയുന്നത്. ഇന്റൻസീവ് ഗ്രോത്ത് എന്നത് നിലവിലുള്ള ഫങ്ഷൻസ് കൂടുതൽ കോംപ്ലക്സ് ആകുന്നതിനെയാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. ഇവ രണ്ടും പബ്ലിക് എക്സ്പെൻഡിച്ചർ വർദ്ധിക്കാൻ കാരണമാണ്. എക്സ്റ്റെൻസീവും ഇന്റൻസീവും ഫോമിൽ ഇത് സംഭവിക്കുന്നു. എക്കണോമിക് ഡെവലപ്മെന്റും പബ്ലിക് സെക്ടർ ഡെവലപ്മെന്റും തമ്മിൽ ക്ലോസ് റിലേഷൻഷിപ്പ് ഉണ്ട് എന്നാണ് വാഗ്നറുടെ അഭിപ്രായം. വാഗ്നർ പബ്ലിക് എക്സ്പെൻഡിച്ചർ രണ്ട് കാറ്റഗറീസ് ആയിട്ട് തരംതിരിച്ചു. ആദ്യത്തേത് സെക്യൂരിറ്റി എക്സ്പെൻഡിച്ചർ ആണ്, അതായത് എക്സ്റ്റേണൽ സെക്യൂരിറ്റിക്ക് ഇന്റേണൽ സെക്യൂരിറ്റിക്ക് വേണ്ടിയുള്ള ചെലവാക്കുന്ന ഫണ്ടുകൾ. രണ്ടാമത്തേത് വെൽഫെയർ നേച്ചറിലുള്ള ഫണ്ടുകളാണ്. ഹെൽത്ത്, എഡ്യൂക്കേഷൻ, റിക്രിയേഷൻ, ട്രാൻസ്പോർട്ടേഷൻ, ബാങ്കിങ് മുതലായ മേഖലകളിൽ എക്സ്പെൻഡിച്ചർ ഇതിനെ നമുക്ക് കണക്കാക്കുന്നു. എക്കണോമിക് ഡെവലപ്മെന്റ് നടക്കുമ്പോൾ ഡിഫൻസ് എക്സ്പെൻഡിച്ചർ വർദ്ധിക്കുന്നു. മോഡേൺ ആർമീസ്, സോഫിസ്റ്റിക്കേറ്റഡ് കോസ്റ്റ്ലി എക്യുപ്മെന്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഡിഫൻസ് എക്സ്പെൻഡിച്ചർ കൂടുന്നു. അർബനൈസേഷൻ വർദ്ധിക്കുമ്പോൾ ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ചെലവും വർദ്ധിക്കുന്നു. ഇതാണ് ഇന്റേണൽ എക്സ്പെൻഡിച്ചർ വർദ്ധിക്കാനുള്ള കാരണം. മോഡേൺ എക്യുപ്മെന്റ്സ് വേണ്ടതുകൊണ്ട് എക്സ്റ്റേണൽ സെക്യൂരിറ്റി എക്സ്പെൻഡിച്ചറും വർദ്ധിക്കുന്നു എന്നതാണ് വാഗ്നറിന്റെ കാഴ്ചപ്പാട്. രാജ്യം വികസിക്കുമ്പോൾ ജനങ്ങളുടെ എക്സ്പെക്ടേഷൻസ് കൂടുന്നു. അതിനനുസരിച്ച് അവരുടെ വെൽഫെയർ കൂടണം, ലെവൽ ഓഫ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഒക്കെ കൂടണം. ഹെൽത്ത്, എഡ്യൂക്കേഷൻ, റിക്രിയേഷൻ, ട്രാൻസ്പോർട്ടേഷൻ തുടങ്ങിയ സർവീസുകൾ കൂടുതലായി ആവശ്യമായിട്ട് വരുന്നു. ഗവൺമെന്റ് ഇവ പ്രൊവൈഡ് ചെയ്യുന്നതിനാൽ പബ്ലിക് എക്സ്പെൻഡിച്ചർ വർദ്ധിക്കുന്നുവെന്നാണ് വാഗ്നറുടെ കാഴ്ചപ്പാട്. വാഗ്നറുടെ അഭിപ്രായത്തിൽ എക്കണോമിയും പബ്ലിക് സെക്ടറും ഒരുമിച്ച് വളരുന്നു എന്നാണ് പറയുന്നത്. വാഗ്നേഴ്സ് ലോ ഉപയോഗപ്പെടുത്തുന്നതിനുള്ള 3 പ്രധാന കാരണങ്ങൾ ഇവിടെ പറയുകയാണ്. ആപ്ലിക്കേഷൻ, വാഗ്നർ ലോയുടെ ആപ്ലിക്കേഷൻ ആണ് നമ്മൾ പറയുന്നത്. ട്രഡീഷണൽ ഫങ്ഷൻസ് കൂടുതൽ കോംപ്ലക്സ് ആകുന്നു. ഗവൺമെന്റ് പുതിയ വെൽഫെയർ ആക്ടിവിറ്റീസ് ഏറ്റെടുക്കുന്നു. പബ്ലിക് ഗുഡ്സ് പ്രൊവൈഡ് ചെയ്യാനുള്ള എക്സ്പെൻഡിച്ചർ വർദ്ധിക്കുന്നു. ഓക്കെ, ഇവ പബ്ലിക് എക്സ്പെൻഡിച്ചർ ഓവറോൾ കൂടാൻ കാരണമാവുന്നതാണ് പറയുന്നത്. ഗവൺമെന്റ് ട്രഡീഷണൽ ഫങ്ഷൻസ് ഡിഫൻസ്, ഇന്റർണൽ അഡ്മിനിസ്ട്രേഷൻ, ജസ്റ്റിസ് എന്നിവയാണ്. ഇവയുടെ സ്കോപ്പ് ഇന്നത്തെ കാലത്ത് വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവ നടത്തുവാനുള്ള എക്സ്പെൻഡിച്ചർ കൂടുന്നു എന്നാണ് വാഗ്നർ പറയുന്നത്. മോഡേൺ വെൽഫെയർ സ്റ്റേറ്റിന് നിരവധി ഫങ്ഷൻസ് ഏറ്റെടുത്തിട്ടുണ്ട് അവര്. എഡ്യൂക്കേഷൻ, ഹെൽത്ത്, ഹൗസിംഗ്, പെൻഷൻ, സബ്സിഡീസ് തുടങ്ങിയ മേഖലകളിൽ സജീവമായിട്ട് ഗവൺമെന്റ് പ്രവർത്തിക്കുന്നുണ്ട്. ഇവ കൂടിയത് കൊണ്ട് തന്നെ പബ്ലിക് എക്സ്പെൻഡിച്ചറും വർദ്ധിക്കുന്നു. പബ്ലിക് എക്സ്പെൻഡിച്ചർ പ്രൊവൈഡ് ചെയ്യാനായി ഗവൺമെന്റ് കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ്സ് നടത്തുന്നു. അതുവഴി ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ കൂടുന്നു.
വലിയ സ്ഥാപനങ്ങൾ, ഇൻഡസ്ട്രീസ്, ഇൻഫ്രാസ്ട്രക്ചർ വികസനം, ഇങ്ങനെയൊക്കെ ഒരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട്. ഇതും എന്ത് ചെയ്യുന്നു? പബ്ലിക് എക്സ്പെൻഡിച്ചർ കൂട്ടുവാൻ കാരണമാകും. ട്രഡീഷണൽ ഫങ്ഷൻസ് കോംപ്ലക്സ് ആയി, ഗവൺമെന്റ് ഫങ്ഷൻസ് കൂടി പബ്ലിക് ഗുഡ്സിന്റെ വളർച്ചയും എന്ത് ചെയ്യുന്നു? രാജ്യത്തിന്റെ ഓവറോൾ പബ്ലിക് എക്സ്പെൻഡിച്ചർ കൂടാൻ കാരണമാവുന്നു എന്നാണ് വാഗ്നർ പറഞ്ഞു വെക്കുന്നത്. വാഗ്നറിന്റെ ലോയ്ക്ക് കുറച്ച് ക്രിറ്റിസിസംസ് ഉണ്ട്, അല്ലെങ്കിൽ വാഗ്നർ ഹൈപ്പോത്തസിന് കുറച്ച് ക്രിറ്റിസിസം ഉണ്ട്. വളരെ പ്രസിദ്ധമായ തിയറിയാണ്, പക്ഷെ എന്നാൽ ഇത് ലോങ് ടേമിൽ മാത്രമേ ആപ്ലിക്കബിൾ ഉള്ളൂ. ഷോർട്ട് ടേം സിറ്റുവേഷൻസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇത് ആപ്ലിക്കബിൾ അല്ല. വാർ പോലെയുള്ള ഫാക്ടേഴ്സ് പബ്ലിക് എക്സ്പെൻഡിച്ചറിൽ ഉപയോഗിക്കുന്ന ഇൻഫ്ലുവൻസ്, എക്സ്പെൻഡിച്ചർ ഉണ്ടാകുന്ന ഇൻഫ്ലുവൻസ് തിയറി പരിഗണിക്കുന്നില്ല എന്നത് ഒരു ക്രിറ്റിസിസമായിട്ട് എപ്പോഴും പറയുന്നുണ്ട്. ഇതൊരു ഇന്റർ ഡിസിപ്ലിനറി നേച്ചർ ഇല്ല, അനലിറ്റിക്കൽ ഫ്രെയിംവർക്ക് ഇല്ല, ഇത് യൂണിവേഴ്സലി അക്സെപ്റ്റ് ചെയ്യാനും പറ്റില്ല. രാജ്യം വളരുന്നതിനനുസരിച്ച് ചെലവ് കൂടുന്നു മാത്രമേ അദ്ദേഹം പറഞ്ഞു വെക്കുന്നുള്ളൂ. ഇതാണ് വാഗ്നേഴ്സ് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഓക്കെ. അടുത്തായിട്ട് നമുക്ക് കാണാനുള്ളത് പീകോക്ക് വൈസ്മാൻ ഹൈപ്പോത്തസിസ് അല്ലെങ്കിൽ വൈസ്മാൻ പീകോക്ക് ഹൈപ്പോത്തസിസ്. ഇത് ജാക്ക് വൈസ്മാനും അലൻ ടി പീകോക്കും ചേർന്നാണ് പ്രൊപ്പോണ്ട് ചെയ്തിട്ടുള്ളത്, ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. വൈസ്മാൻ പീകോക്ക് ഹൈപ്പോത്തസിസ് പബ്ലിക് എക്സ്പെൻഡിച്ചർ കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇവരുടെ പഠനം UK-ലെ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചറിനെ അടിസ്ഥാനമാക്കിയാണ്. വാഗ്നർ പറഞ്ഞ പോലെ എക്സ്പെൻഡിച്ചർ സ്ഥിരമായിട്ട് വർദ്ധിക്കുന്നില്ല, പകരം ക്രൈസിസ് സമയങ്ങളിൽ എക്സ്പെൻഡിച്ചറിന് സഡൻ ജംസ് ഉണ്ടാവുന്നു. അത് കാരണമാണ് എക്സ്പെൻഡിച്ചർ വർദ്ധിക്കുന്നതെന്നാണ് ഇവരുടെ വാദം. ഗ്രോത്ത് ഒരിക്കലും ഒരു സ്മൂത്ത്, ഒരു കണ്ടിന്യൂസ് പ്രോസസ് അല്ല എന്നാണ് ഇവരുടെ കാഴ്ചപ്പാട്. പീകോക്ക് വൈസ്മാൻ ഹൈപ്പോത്തസിസിൽ 3 പ്രധാന എഫക്ട്സ് ആണ് ഉള്ളത്: ഡിസ്പ്ലേസ്മെന്റ് എഫക്ട്, ഇൻസ്പെക്ഷൻ എഫക്ട്, കോൺസെൻട്രേഷൻ എഫക്ട്. ഡിസ്പ്ലേസ്മെന്റ് എഫക്ട് എന്താണ്? വാർ, നാച്ചുറൽ ഡിസാസ്റ്റർ, എക്കണോമിക് ക്രൈസിസ് തുടങ്ങിയ സാഹചര്യങ്ങളിൽ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ വർദ്ധിക്കുന്നു. ഇപ്പോൾ നിലവിലുള്ള ടാക്സ് റവന്യൂ ഇതിന് മതിയാവില്ല. ഗവൺമെന്റ് ടാക്സസ് എന്ത് ചെയ്യും? വർദ്ധിപ്പിക്കും. ക്രൈസിസ് അവസാനിച്ചാലും പഴയ എക്സ്പെൻഡിച്ചർ നിലയിലേക്ക് മടങ്ങി പോവാറില്ല. പുതിയ ഹയർ എക്സ്പെൻഡിച്ചർ ലെവല് തന്നെ തുടരും. ഇതാണ്, അതായത് ഒരു ഹയർ ലെവലിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് പഴയ ലെവലിലേക്ക് വരില്ല. ഇതിനെയാണ് പീകോക്ക് വൈസ്മാൻ ഡിസ്പ്ലേസ്മെന്റ് എഫക്ട് എന്ന് പറയുന്നത്. അടുത്തായിട്ടുള്ള ഇൻസ്പെക്ഷൻ അല്ലെങ്കിൽ പെർസെപ്ഷൻ എഫക്ട്. കാലക്രമേണ ജനങ്ങൾ എന്ത് ചെയ്യുന്നു? ഹയർ ടാക്സേഷൻ അക്സെപ്റ്റ് ചെയ്യുന്നു. അതോടൊപ്പം പോവർട്ടി, ഹെൽത്ത് കെയർ, എഡ്യൂക്കേഷൻ, ഇൻഫ്രാസ്ട്രക്ചർ തുടങ്ങിയ പ്രശ്നങ്ങളെ കുറിച്ചുള്ള അവയർനെസ് അവർക്ക് വർദ്ധിക്കുന്നു. ഗവൺമെന്റ് ഇന്റർവെൻഷൻ ആവശ്യപ്പെടുന്ന പബ്ലിക് പ്രഷർ ഇവിടെ എല്ലാം വർദ്ധിക്കുന്നു. ഈ ഗവൺമെന്റിന്റെ ആളുകളുടെ പെർസ്പെക്റ്റീവ് വർദ്ധിക്കുന്നതിനനുസരിച്ച് ഗവൺമെന്റ് എന്ത് ചെയ്യണം? ഇതിനെല്ലാം ഒരു കറക്റ്റീവ് മെക്കാനിസം, ഗവൺമെന്റ് ആക്ഷൻ ഉണ്ടാവണം. അതുവഴി പബ്ലിക് എക്സ്പെൻഡിച്ചർ കൂടുന്നു എന്നാണ് വൈസ്മാൻ പീകോക്ക് പറയുന്നത്. മൂന്നാമതായിട്ട് കോൺസെൻട്രേഷൻ. എക്കണോമിക് ഗ്രോത്ത് നടക്കുമ്പോൾ സെൻട്രൽ ഗവൺമെന്റിന്റെ റോള് കൂടുതലായിട്ട് വർദ്ധിക്കുന്നു. വലിയ പ്രോജക്ട്സുകളും നാഷണൽ പ്രോഗ്രാംസും സെൻട്രൽ ഗവൺമെന്റ് കൈകാര്യം ചെയ്യുന്നു. മേജർ ടാക്സ് സോഴ്സും കേന്ദ്രത്തിന്റെ നിയന്ത്രണത്തിലായിരിക്കും. അതുകൊണ്ട് എക്സ്പെൻഡിച്ചർ നാഷണൽ ലെവലിൽ കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടുന്നു എന്നാണ് പീകോക്ക് വൈസ്മാൻ പറയുന്നത്. വൈസ്മാൻ പീകോക്ക് ഹൈപ്പോത്തസിന്റെ പബ്ലിക് എക്സ്പെൻഡിച്ചറിനെ കൂടുതൽ പ്രാക്ടിക്കൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. എക്കണോമിക് ഗ്രോത്ത് മാത്രമല്ല, ക്രൈസിസും പബ്ലിക് ആറ്റിറ്റ്യൂഡും ഗവൺമെന്റ് റെസ്പോൺസിബിലിറ്റീസും എന്നിവയും പബ്ലിക് എക്സ്പെൻഡിച്ചർ വർദ്ധിപ്പിക്കുന്നതെന്നാണ് ഈ തിയറിയിൽ പറയുന്നത്. അതുകൊണ്ട് ഒരു മോഡേൺ കോണ്ടെക്സ്റ്റിൽ ഇതൊരു ഇമ്പോർട്ടന്റ് തിയറി ആയിട്ട് നമുക്ക് കാണാം. കാരണം അത് എക്സ്പെക്ട്സിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു മോഡേൺ കോൺസെപ്റ്റിലായതുകൊണ്ട് കുറച്ച് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആയിട്ട് നമുക്ക് കാണാം. വാഗ്നറുടെ അഭിപ്രായത്തിൽ എക്കണോമിക് ഡെവലപ്മെന്റ് നടക്കുമ്പോൾ പബ്ലിക് എക്സ്പെൻഡിച്ചർ വർദ്ധിക്കുന്നു. പീകോക്ക് വൈസ്മാന്റെ അഭിപ്രായത്തിൽ എക്സ്പെൻഡിച്ചർ ഒരിക്കലും സ്മൂത്ത് ആയിട്ടല്ല വളരുന്നത്. ക്രൈസിസ് മൂലം സഡൻ ജംസ് ഉണ്ടാവുന്നു. ഈ രണ്ട് തിയറീസിനും പബ്ലിക് എക്സ്പെൻഡിച്ചർ വർദ്ധിക്കുന്ന എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു പ്രധാന പങ്ക് തന്നെ നമ്മുടെ തിയറീസ് ഓഫ് പബ്ലിക് തിയറീസിലുണ്ട്. പക്ഷെ എന്നാൽ പീകോക്ക് വൈസ്മാന്റെ തിയറി കുറച്ചുകൂടെ ഒരു മുൻപന്തിയിൽ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഓക്കെ, ഇതാണ് യൂണിറ്റ് 2 നമുക്ക് പഠിക്കുവാനുള്ളത്. ചെറിയൊരു യൂണിറ്റ് ആണ്. ഇത്രയേ ഉള്ളൂ യൂണിറ്റ് 2 നമുക്ക് പഠിക്കാനുള്ളത്. അടുത്തായിട്ട് നമുക്ക് യൂണിറ്റ് 3 കിടക്കാം.